അഘോരി ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. പ്രണാമം പ്രിയ കുടുംബാംഗങ്ങളെ. തപോവൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ശ്രീവിദ്യ ശ്രീ ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറുകയും മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പല ആളുകൾക്കും ഇതിലേക്ക് പെരുന്നാളുവിട്ട ആളുകൾക്ക് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചൊക്കെ പറയുന്നു അവരുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാവുന്നു, അത്ഭുതകരമായ ഗുണങ്ങളുണ്ടാവുന്നു, രോഗശാന്തികളുണ്ടാവുന്നു, പല നേട്ടങ്ങളുണ്ടാവുന്നു, ബെനിഫിറ്റുകൾ കിട്ടുന്നു എന്നൊക്കെ. അതൊരു വലിയ വിജയം തന്നെയാണ്. ദേവിയുടെ ഒരു അനുഗ്രഹമാണ്, നമ്മുടെ മിടുക്കല്ല. അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇനി അങ്ങോട്ടും തുടർന്നും ഇതേ മനസ്സോടുകൂടി ഇരിക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം 100% ലഭിക്കും എന്നുള്ളത് തർക്കമില്ല. കാരണം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സനാതന ധർമ്മികളായിട്ടുള്ള നമ്മളുടെ ഒരു സ്വത്വം തിരിച്ചു പിടിക്കാനുള്ള ഒരു എളിയ ശ്രമമാണിത്. ഇത് വിജയിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പോലും ഇതിൽ നിന്ന് ഗുണം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിതിന് ഫീസ് പോലും, രജിസ്ട്രേഷൻ ഫീസ് പോലും വെക്കാതെ ഇത് നിസ്വാർത്ഥമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഈ യജ്ഞം ചെയ്യുന്നത്. അപ്പോൾ വെറുതെ കിട്ടുന്നതിനൊന്നും വിലയില്ല. അതുകൊണ്ട് തന്നെ ഇത് വില കുറഞ്ഞ് കാണരുത് എന്നൊരു അപേക്ഷയുണ്ട്. വെറുതെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സംഭവം ആളുകൾക്കും വില ഉണ്ടാവില്ല. അപ്പൊ അവര് അത് പറയണം, നിങ്ങൾ പറയണം. സാധാരണ ഇതിന് ഭയങ്കര ഫീസൊക്കെ വാങ്ങിച്ചിട്ടാണ് പലരും പഠിപ്പിക്കുന്നത്. ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്, വിലയില്ലാതെ എടുക്കരുത്. ഇത് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലേ? നമ്മളെന്താ നമ്മൾ ബാത്റൂമിലൊക്കെ വെള്ളം എടുത്ത് തോന്നിയാസം കാണിക്കും. പക്ഷെ ഗൾഫ് കൺട്രീസുകളിൽ ചില രാജ്യങ്ങളിലൊക്കെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പൈസ ഒരുപാട് കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ കിട്ടുന്ന വിലയില്ല. അപ്പൊ നമ്മൾ ഈ സംഭവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് വില കുറഞ്ഞതാണെന്ന് ഒരു ധാരണ ആളുകൾക്ക് ഉപബോധ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട്, അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നമ്മളത് ആളുകളോട് സീരിയസ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പറയുമ്പോൾ ആ സീരിയസ്നെസ് നിലനിർത്തി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും ഒക്കെ ആ സീരിയസ്നെസ് നമ്മൾ നിലനിർത്തി എല്ലാവരും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഇത് നമ്മൾ എല്ലാവരിലെയും ദേവി എല്ലാവരുടെയും സത്തല്ലേ, എല്ലാവർക്കും ദേവിയെ കിട്ടണ്ടേ, അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് എത്തിക്കണം എന്ന അപേക്ഷയുണ്ട്. നമ്മൾ ഇന്നത്തെ അർത്ഥം വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. നമ്മൾ ദേവിയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദേവിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദേവിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മാത്രമേ ഇങ്ങനെയൊന്നുണ്ടെന്നും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പതിവുള്ളൂ. ശ്രീവിദ്യ മന്ത്രദീക്ഷ എടുത്ത ഒരുപാട് ആളുകളുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. നമ്മളുടെ ദീക്ഷ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ. അവർ ചിലർ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചിലർ വളരെ സ്ലോയില് വളരെ കുറച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചിലർക്ക് വളരെ സ്ലോ ആയി പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് ഓർക്കുന്നില്ല എന്നുള്ളത്. ഉപബോധ മനസ്സിൽ ദേവിയുടെ കാര്യം ഓർക്കത്തില്ല, വിട്ടുപോകും. പല തിരക്കുകളല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ പിന്നെ ഓർക്കും. അപ്പം അതിന് എന്തുണ്ട് മാർഗം എന്നോട് ചോദിക്കാറുണ്ട് പലരും. സാറേ ഇത് വിട്ടുപോകാതിരിക്കാൻ എന്തുണ്ട് മാർഗം ഓർക്കാൻ? ഇങ്ങനെയുള്ള വീഡിയോസ് കാണുകയും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, ഇങ്ങനെയുള്ള ലൈവ് പ്രോഗ്രാമിന് വളരെ പ്രാധാന്യം. ഇതിപ്പം നാളെ ഇത് വീഡിയോയിൽ കണ്ടാൽ അത്രയും കിട്ടില്ല. നാളെ ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇത് വീഡിയോയിൽ ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു.
പക്ഷെ അതിന് ഇത്രയും ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടൂല. കാരണം ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ഇതുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. മറ്റേ നമ്മൾ ചിലപ്പം അടുക്കളയിൽ സാമ്പാർ ഇളക്കിക്കൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് കേൾക്കാലോ. അപ്പം നമുക്ക് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ദേവിയായിട്ടുള്ള കണക്ഷനും വളരെ കുറവായിരിക്കും. നമുക്കതിന് മനസ്സിലാവുന്ന കാര്യങ്ങളും വളരെ കുറവായിരിക്കും അല്ലെ. അപ്പം നമ്മുടെ ലൈവ് പ്രോഗ്രാമിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡു നോട്ട് ഡിസ്റ്റർബ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്ക് കോളുകൾ വരും. നിങ്ങൾക്കും ഡു നോട്ട് ഡിസ്റ്റർബ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈലിനകത്തിൽ സെറ്റിങ്സിൽ. അപ്പോൾ മറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ അർത്ഥത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ധ്യാന ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? സിന്ധൂരാരുണ വിഗ്രഹാം തൃണനം മാണിക്യമൂലീശ്വരം താരാ നായകശേഖരം സ്മിതമുഹീമാപീനവക്ഷൂടുക പാണിഭ്യാം അലിപൂർണരത്നചഷകം രക്തോൽപലം ഭ്രീം സൗമ്യാം രത്നകടസ്ഥരക്തചരണം ധ്യായേൽ പരാവംബികാം. അതെങ്ങനെയാ? രക്തചരണങ്ങളൊക്കെ ആയിട്ട്, രജോ ഗുണമൊക്കെ ആയിട്ട് അല്ലെ, കൗളവായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഒക്കെ നമ്മൾ പറഞ്ഞു. പല രീതിയിൽ ആണ് ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ. രത്നഘടം തലയോടാണെന്ന് പറഞ്ഞു. അതിന്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന ദേവി സഹസ്രാരത്തിലിരിക്കുന്ന അതിപരാശക്തി കുണ്ടലിനിയുടെ എണ്ട് സഹസ്രാരത്തിലായതുകൊണ്ട് അഖണ്ഡ പോകുമ്പോൾ ദേവി നമ്മളിലേക്ക് നിറയുമെന്നും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പ്രായോഗികമായിട്ടാണ് എപ്പോഴും ലളിതാ സഹസ്രനാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിയററ്റിക്കലായിട്ടുള്ളതിലുപരി അതിന്റെ വാച്യാർത്ഥത്തിലുപരി ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ ഇതിനുണ്ട്. അങ്ങനെ വേണം ലളിതാ സഹസ്രനാമം നമ്മൾ കാണാൻ പ്രായോഗികമായിട്ട്. ഇതൊരു പ്രായോഗിക വ്യാഖ്യാനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വേണമെങ്കിൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് പ്രായോഗികമായുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അടുത്ത ധ്യാനം എന്ന് പറഞ്ഞാൽ രത്നകടസ്ത്രക്തീർണം ധ്യായേൽ പരാംബിക ധ്യായേൽ പത്മാസനസ്ഥാം. ഓം ധ്യായേൽ പത്മാസനസ്ഥം വികസിതവദനം പത്മപത്രായ ദാക്ഷിം ഹേമാഭം പീതവസ്ത്രം കരകലസത് ഹേമപത്മാംബരാംഗിം സർവാലങ്കാരയുക്തം സതതം അഭേദം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരദുതാം സർവസമ്പൽ പ്രദാതിം. എന്താണ്? ധ്യായേൽ പത്മാസനസ്ഥാം. ദേവി പത്മാസനസ്ഥയാണ്. എന്താണ് പത്മാസനം? പത്മാസനം പറഞ്ഞാൽ താമരപ്പൂവ്. അതിലുപരി കാല് പത്മാസനത്തിൽ ഇരിക്കുന്ന ഒരു യോഗ പോസ്റ്റർ ഉണ്ട് അല്ലേ. അത് കാണിക്കുന്നത് ധ്യാനാവസ്ഥയാണ്. ആ ധ്യാനാവസ്ഥയാണ് ധ്യായേൽ പത്മാസനസ്ഥം. നമ്മൾ അങ്ങനെ ഇരിക്കണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. ശരിക്കും ധ്യാന ശ്ലോകം നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതും കൂടെയാണ് സൂചിപ്പിക്കുന്നത് ഇൻഡയറക്ട്ലി. അപ്പൊ പത്മാസനത്തിലിരിക്കാൻ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. സുഖാസനമായാലും മതി. ആ ഭാവം പറയുന്നു എന്നുള്ളേ ഉള്ളൂ. ശരിക്കും സമാധിസ്ഥമായിരിക്കുന്ന ഒരു യോഗി, പത്മാസനത്തിലിരിക്കുന്ന യോഗികൾ സമാധിയായി അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ധ്യാനാവസ്ഥയുടെ പൂർണ്ണതയാണ് സമാധി. ആ സമാധി അവസ്ഥയിൽ ഒരു യോഗി ഇരിക്കുന്ന പോലെ അത്രയും പറ്റിയില്ലെങ്കിലും സാധാരണ സുഖാസനമാണെങ്കിലും ചമ്രം പഠിച്ചിട്ട് ഇരിക്കുക എന്ന് പറയും. അങ്ങനെ ഇരിക്കാനാണെങ്കിലും അല്ലെ ഒരു കസേരയിലാണെങ്കിലും ഇരിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. സുഖാസനം നമ്മൾ കംഫർട്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ പടിഞ്ഞ് താഴെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഈ ഇന്ന് മിക്ക ആളുകൾക്കും ഇരുന്നാൽ എഴുന്നേക്കാൻ വയ്യ, എഴുന്നേറ്റാ ഇരിക്കാൻ വയ്യ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10 സൂര്യ നമസ്കാരമെങ്കിലും ഡെയിലി ചെയ്താൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ അത് ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനെങ്കിലും തറയിൽ ഇരുന്ന് ശീലിച്ചാൽ നല്ലതാണ്. ജപിക്കാനെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ. ഇനി അത് പറ്റത്തില്ലെങ്കിൽ പേടിക്കണ്ട, കസേര ഇരുന്നായാലും ജപിച്ചാൽ മതി. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോ ധ്യായേൽ പത്മാസനസ്ഥാം, ധ്യാനത്തോടുകൂടി ജപമാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. ധ്യാനമില്ലാത്ത ജപം നമ്മളെ ഗുണപ്പെടില്ല. കുണ്ടലിന് റോങ് ആയിട്ട് റൺ ചെയ്യാൻ കാരണം നമ്മൾ ജപിക്കുമ്പോൾ അത് ധ്യാനാത്മകമായി ജപിക്കണം. ധ്യായേൽ പത്മാസനസ്ഥം, ശിവബോധത്തിലാണ് ശക്തി പോസിറ്റീവായിട്ടിരിക്കുന്നത്. അങ്ങനെ ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ദേവിയുടെ രൂപം മാറി. മുമ്പേ എന്താ മുഴുവൻ ചുമല കളറിൽ രക്തം ചരണമൊക്കെ ആയിട്ട് ദേവി ഇരിക്കുകയാണ്. വാരുണി എന്ന് പറയുന്ന മദ്യമൊക്കെ കയ്യിൽ പിടിച്ച്
കുടത്തില്. ഈ ധ്യാനത്തില് ദേവിയുടെ ഭാവം മാറി ധ്യാന അവസ്ഥയാണ്. സമയാചാരത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. നമ്മുടെ ശ്രീവിദ്യാ പദ്ധതി ദീക്ഷ എടുത്തവർ താന്ത്രിക നമ്മുടെ പദ്ധതിയിൽ സമയാചാര ധ്യാനം ചെയ്യാറില്ലേ? മെഡിറ്റേഷൻ ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഇവിടെ അത് അവസാനം നമ്മൾ അതിലേക്ക് കണക്ട് ആവും. ആ ധ്യാനത്തിലൂടെ സമാധിയാവാനാകുമ്പോൾ അതുവരെ അതിനൊരു തുടക്കം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ആ ധ്യാനം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആ ഒരു വഴി തുറന്നിട്ടേക്കുന്നത്. ദാറ്റ്സ് ഓൾ. മെയിൻ സമയാചാര ധ്യാനം എന്ന് പറയുന്നത് അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആണ്. അതൊരു വഴി മാത്രമാണ്. ഓക്കെ. അപ്പം ആ സമയാചാരത്തിൽ പൂർണ്ണ. അപ്പൊ അവിടെ ബാഹ്യ പൂജയൊന്നും ശ്രീവിദ്യയിൽ ഇല്ല. ഈശ്വരനും ഞാനും രണ്ടല്ല. അവിടെ ഈശ്വരനും ഞാനും ഒന്നായി തീരുന്നു. ഞാനും ഈശ്വരനും രണ്ടായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് തന്ത്രം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈശ്വരനും ഒന്നായി തീരുന്ന അവസ്ഥയിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉയർന്ന അവസ്ഥയിലെത്തുമ്പോൾ കൂടുതൽ ഒന്നായി വരുന്നത് കൊണ്ട് സമയാചാരത്തിലേക്ക് പദ്ധതി മാറുന്നുണ്ട്. ഏത് കൗളവായാലും സമയായാലും മിശ്രമായാലും ഉത്തരകളവായാലും ഏത് പദ്ധതിയും തീരുന്ന സമയാചാരത്തിലെ ധ്യാനത്തിലാണ്, പൂർണ്ണ ധ്യാനത്തിലാണ്. ജപവും പോലും ഇല്ല. പിന്നെ അങ്ങോട്ട് ജപമൊക്കെ ഒരു ലെവൽ കഴിയുമ്പോൾ ധ്യാനമായി അങ്ങ് മാറുകയാണ്, മഹായോഗമായി മാറുകയാണ്. കുണ്ടലിനി സഹസ്രാരത്തിലേക്ക് സുഷുമ്നെ കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മഹാഷോഡശിയിലേക്കൊക്കെ എത്തുമ്പോൾ ഷോഡശി ബാല പഞ്ചദശി ഷോഡശി മഹാഷോഡശി എന്നാണ് ശ്രീവിദ്യാക്രമം. അപ്പൊ അതുകൊണ്ട് ധ്യാനാവസ്ഥയാണ് അവിടെ പറഞ്ഞത്. ധ്യായിൽ പത്മാസനസ്ഥം വികസിത വദനം. എപ്പോഴാണ് മുഖം വികസിക്കുന്നത്? എപ്പോഴാണ് മുഖം കൂർത്തിരിക്കുന്നത്? കൂർത്തിരിക്കുമ്പം അല്ലേ, ദേഷ്യം, വിഷമം, സങ്കടമൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നിന്റെ മോന്ത എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ മോന്ത എന്താടി ഇങ്ങനെ ചോദിക്കത്തില്ല അല്ലേ? അസുഖം ഇങ്ങനെ വികസിച്ചിരിക്കുന്ന എപ്പോഴാണ്? പോസിറ്റീവ് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് ബ്രെയിനിലുണ്ടാവും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോഴാണ് ഒരാൾ മുഖം വികസിക്കുന്നത്. അങ്ങനെ മുഖം വികസിച്ചിരുന്ന് ജപിച്ചെങ്കിൽ മാത്രമേ ദേവിക്ക് കിട്ടുള്ളൂ. പോസിറ്റീവ് പോസ്റ്ററിൽ ചിരിച്ചുകൊണ്ട് മുഖം വികസിച്ചുകൊണ്ട് ഇരുന്ന് ജപിച്ചെങ്കിലേ ദേവിക്ക് ജപം കിട്ടുന്നുള്ളൂ. അമ്പലത്തിൽ പോയി കൂർത്ത മുഖമായിട്ട് ജപിക്കുന്ന ആളുകളുടെ ദുരിതം കൂടി വരുന്നത് കണ്ടിട്ടില്ലേ? 24 hours അമ്പലത്തിലാ. ഏറ്റവും ദുരിതം അവർക്കാ. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും, എനിക്കൊക്കെ അമ്പലത്തിൽ പോകാൻ പേടിയാ. ഇപ്പം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഈ 24 hours അമ്പലം ഞാൻ ഒന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളുടെ അത്രയും കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള ദുരിതം മുഴുവൻ നിങ്ങളെ അടിച്ചിട്ടേ പോകത്തുള്ളൂ. ഓട്ടോ പിടിച്ച് വീട്ടിൽ വരും ദുരിതം. അപ്പം അത് എന്താണ് സംഭവം? ഇതാണ് നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കിക്കൊണ്ട് ദേഷ്യം, വിഷമം, സങ്കടം, നിരാശ, കുറ്റബോധം, ഭയം, പശ്ചാത്താപം, നിസ്സഹായാവസ്ഥ ഇതെല്ലാം ഉള്ളിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇയാൾ അമ്പലത്തിൽ നിന്ന് ദേവി എന്റെ ദുഃഖവും എന്റെ വിഷമം എന്റെ സങ്കടം എന്റെ ദുഃഖം ഇത് പറഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് എപ്പോഴും നെഗറ്റീവ് ആവുന്നു. തലയിൽ എപ്പോൾ നോക്കിയാലും അഡ്രിനാലിൻ, കോർട്ടിസോള്, നോർ അഡ്രിനാലിനൊക്കെ ആയിരിക്കും. സോ ഇത് എനർജി ഉണ്ടാവുന്ന കുണ്ടലിനി റൈസിങ് പോകുന്ന ബാധയ്ക്കാണ്. ബാധ ഇവരുടെ ദുരിതം കൂട്ടിക്കൊണ്ടിരിക്കും. ഇവരിത് അറിയുന്നുണ്ടോ? പിന്നെയും പോയി കണ്ണടച്ചുകൊണ്ട് ജപിക്കുമ്പോൾ ചിന്ത കൂടുവോ കുറയും? ഭയം കൂടുവോ കുറയോ? ഹോമോസാപ്പിയൻ ആനിമലാണ്. കണ്ണടച്ച ഏത് ആനിമലിനും ഭയം, അഡ്രിനാലിനെ ഉണ്ടാവത്തുള്ളൂ. ഡോപ്പാമിൻ കണ്ണടച്ചിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തിനാ കണ്ണടയ്ക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് ജപിക്കുമ്പോഴും കുറെ കഴിയുമ്പോൾ ചിന്തകൾ ഇങ്ങനെ ശല്യം ചെയ്യും. അപ്പൊ ഒരു നിമിഷം കണ്ണടച്ച് ദേവിയുടെ രൂപം മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും കണക്ഷൻ കിട്ടി, വീണ്ടും ജപം തുടങ്ങണം. നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നശിച്ചു പോകുന്ന എത്ര ഹിന്ദുക്കളെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ ശരിയാണോ എന്ന് നോക്കിക്കോണം. ഇങ്ങനെ ജപിച്ചു നോക്കിയിട്ടുള്ള മാറ്റം എന്നോട് പറയാം. നമ്മൾ ഇതിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാവുന്നത്. പണ്ടത്തെ സംഭവം അതേപടി അന്ധമായി ഫോളോ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും കുഴപ്പമുണ്ട്. കാരണം ആ ഋഷിമാര് പറഞ്ഞ ശരിക്കും ആൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് അബദ്ധങ്ങൾ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഇത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മത്തിന്റെ അത് റിന്യൂ ചെയ്യുന്നു എന്നുള്ള ആചാര്യന്മാര് കാലഘട്ടത്തിൽ ശങ്കരാചാര്യ സ്വാമി ഇപ്പൊ റിന്യൂ ചെയ്തു. ഒരുപാട് തെറ്റായ പ്രാക്ടീസൊക്കെ ഉണ്ടായിട്ട് മാറ്റി എന്ന് പറഞ്ഞവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണത്. നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ് റിന്യൂ ചെയ്യേണ്ടത്. അത് റിസർച്ചിലൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ദുരിതം വരുന്നു അന്വേഷിക്കണ്ടേ? ജപം കൂട്ടി എന്നിട്ട് ദുരിതം കൂടുകയാണ്. എന്താണ് അന്വേഷിക്കണം. അല്ലാതെ പിന്നെയും അങ്ങനെ പോവല്ല. അപ്പം ധ്യായൽ പത്മാസനസ്ഥം വികസിത വദനാം പത്മപത്രായുടെ അക്ഷിയും. എങ്ങനെ കണ്ണു ദേവിയുടെ അക്ഷിയും കണ്ണുകൾ എങ്ങനെയാണ്? പത്മപത്രത്തിന്റെ കൂട്ടാണ്. എന്താ പത്മപത്രം? താമര ഇതള് പോലെ നീണ്ട കണ്ണ്. അപ്പം തുറന്നിരിക്കുന്ന കണ്ണാണല്ലോ.
അവിടെ വിങ്ങിയും അല്ലേ? അടച്ചു വെച്ചേക്കുന്ന കണ്ണിനെ അങ്ങനെ പറയത്തില്ല. കണ്ണ് തുറന്നിരിക്കണം നീണ്ട്. അതാണ് അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ടെ കണ്ണ് തുറന്നിരിക്കുകയാണ്. അവളുടെ കണ്ണ് നല്ല ഭംഗിയാ. എന്ത് ചെയ്തുകൊണ്ട് അങ്ങോട്ട് നോക്കിയാ അപ്പൊ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഉണ്ടാവില്ല. അപ്പം കണ്ണ് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ആ കണ്ണ് തുടർന്ന് വിടർന്ന കണ്ണുകളാണ് അല്ലെ എന്ന് പറയാണ് ദേവിയുടെ. അപ്പൊ തുറന്നിരിക്കുന്ന കണ്ണുമായിട്ട് വേണം നാം ജീവിക്കാൻ. പ്രസന്ന വദനം, ചിരിച്ച മുഖവും വിടർന്ന മുഖമായിട്ട്. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തുറന്ന മുഖം, ചിരിച്ച മുഖം. അതിന് മുമ്പുള്ള വിഷമിക്കാനുള്ളതൊക്കെ കരഞ്ഞങ്ങ് തീർത്തേക്കണം. വിലാസറാമൻ ജപിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇരുന്ന് കരഞ്ഞോണം. എന്നിട്ട് ആരെങ്കിലും പ്രാകണം, സങ്കടപ്പെടാണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇതൊന്നും ചിന്തകൾ വരാൻ പാടില്ല. ഇത് ജപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നേ ജപിക്കാവും. കണ്ണ് തുറന്ന് വികസിത വദനം, പത്മപത്രായതാക്ഷി, ഹേമാഭാം പീതവസ്ത്രാം കരകലിത ഹേമ പത്മാംബരാംഗിയും. എന്താണ് ഹേമാഭാം? ഞാൻ ചോറ്റാനിക്കരയിലാണ് ഇപ്പൊ. ഗുരുതി പൂജയ്ക്ക് കയറാൻ പോവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ പോയി താഴെ കീഴ്ക്കാവിൽ പോയി നേരത്തെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് ബാക്കിലാവും. അപ്പൊ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ മുങ്ങും. എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നേരെ ഇഞ്ഞ് വരും. ദേവിയെ കാണാൻ തോന്നുമ്പോൾ ഓടി ഇഞ്ഞ് വരും. ഇന്നലെ രാത്രി എളുപ്പം പ്ലാൻ ചെയ്ത് നമുക്ക് പോയാലോ, ശരി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹേമാഭാം പീതവസ്ത്രം. ഹേമാഭാം എന്താണ്? സ്വർണം എന്നാണ് ഹേമം എന്നാണ്. ഹേമാഭാം ഹേമത്തിന്റെ പ്രഭയോടുകൂടിയ അവസ്ഥയാണ് ഹേമാഭാം. സ്വർണ്ണ നിറമാണ് ദേവിക്ക്. ഏറ്റവും കോസ്റ്റ്ലി മെറ്റലാണ് ഗോൾഡ്. അതിന്റെ ഭംഗിയും കൊണ്ടാണ് അത്രയും ഗോൾഡിന് അത്രയും കോസ്റ്റ് വരുന്നത്. വെള്ളിക്ക് അത്രയും ഭംഗിയില്ല. അപ്പൊ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ഒക്കെ ഉണ്ട് എങ്കിലും നോർമലി നമ്മൾ പറഞ്ഞ ഏറ്റവും ഗോൾഡ്, ഇപ്പൊ നീ എന്റെ പൊന്നല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? അപ്പൊ ആ ഗോൾഡിന്റെ കളറാണ് ദേവിക്ക്. അത്രയ്ക്ക് തിളക്കമാണ്, അത്രയ്ക്ക് ഭംഗിയാണ്. ഹേമാഭാം പീതവസ്ത്രം. പീതവസ്ത്രം എന്താ? മഞ്ഞ കളറാണ്. ഈ ധ്യാന ശ്ലോകത്തില് ദേവിക്ക് ഈ ഭാവത്തില് മഞ്ഞ കളറാണ്. എന്താ മഞ്ഞ എന്ന് പറഞ്ഞ സാത്വിക ഗുണമാണ്. മഞ്ഞയും വെള്ളയൊക്കെ സാത്വിക ഗുണമാണ് അല്ലെ? വിഷ്ണുവിന് മഞ്ഞ കളറാണ്, സരസ്വതിക്ക് വെള്ള കളറാണ്. അപ്പൊ വെള്ളയും മഞ്ഞയും എല്ലാം സാത്വിക ഗുണങ്ങളാണ്. ദേവിയുടെ സാത്വിക ഭാവത്തെയാണ്, ശാന്തമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന, ധ്യാനാവസ്ഥയെ സൂചിപ്പിക്കുന്ന. ദേവി ശാന്തയാണ്, സാത്വികമായ അവസ്ഥയാണ് അവിടെ ഉള്ളത്. നമ്മളും ജപിക്കുമ്പോൾ അങ്ങനെ ജപിക്കണം. ധ്യായേൽ പത്മാസനസ്ഥം വികസിതവദനം പത്മപത്രായടാക്ഷിം ഹേമാഭം പീതവസ്ത്രം കരകലിത ലസത് ഹേമ പത്മാംബരാംഗിം. കൈകളില് കരകലിത ലസത് ഹേമ പത്മാംബരാംഗിം. എന്താണ് പരിലസിക്കുന്നത് ദേവിയുടെ കൈകളിൽ? കരകലിത ലസത് ഹേമ പത്മാംബരാംഗിം. താമരപ്പൂക്കള് കൈകളിലുണ്ട്. കരകൽസാംബരാംഗി സർവാലങ്കാരയുക്തം സതതം അഭേദാം. എല്ലാ അലങ്കാരത്തോടും കൂടിയ അവസ്ഥയിലാണ് ദേവി ഉള്ളത്. സർവാലങ്കാരയുക്തം. കാരണം എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇട്ട് ഏറ്റവും വിഭൂഷിതയായിട്ട് നിൽക്കുന്നത് ഒരാൾക്ക് അത്രയേറെ ഹാപ്പിനെസ് ഉള്ളപ്പോഴാണ്. നമ്മൾ സൈക്കോളജിയിൽ MSc എടുക്കുമ്പോൾ മെന്റൽ സ്റ്റാറ്റ് എക്സാമിനേഷൻ പറയും, പേഷ്യന്റ് MSc എടുക്കാന്ന് പറയും. അപ്പൊ നമ്മൾ ഗ്രൂമിങ് നോക്കും. അതവിടെ എഴുതണം, അതിന് കോളമുണ്ട് MSc ചാർട്ടിനകത്ത്. പേഷ്യന്റിന് എത്ര ഒരുക്കമുണ്ട്. അപ്പം അയാൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ അയാൾ ഒരുപാട് ഒരുങ്ങോ? ഒരു ഫോട്ടോന്നും കാണത്ത പോലില്ല പെണ്ണുങ്ങൾക്ക്. മുടിയൊക്കെ പറന്നിടക്കും അല്ലെ? ശരിയല്ലേ? അത് സിനിമയ്ക്കകത്തോ അല്ല സീരിയലിലൊക്കെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഐബ്രോ ഒക്കെ കണ്ടിട്ടില്ലേ ചില സിനിമകളിലൊക്കെ അല്ലെ? ബാർബർ ബാലന്റെ ഭാര്യയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. അപ്പം നമുക്ക് പറയുന്ന ഭയങ്കര ദാരിദ്ര്യമാണ്. ഏറ്റവും വില കൂടിയ ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയല്ല, ദുഃഖമുള്ള ആളുകൾ വരുമ്പോൾ നമുക്കറിയാം ശരിക്കും ഇവർ അഭിനയിക്കുവാണോ ഇല്ലയോ എന്നൊക്കെ. ഈ ഗ്രൂമിംഗ് ഒക്കെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടും അല്ലെ?
ഞാൻ ഏറെ സഹിക്കുക സാറേ, എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഏറ്റവും വലിയ, ഞാനാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്താണ്. അങ്ങനെ ഇത് പറയുന്ന പറഞ്ഞ ഇവിടെ ഉള്ള കമ്മലും ഇതുമൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ ആർക്കാ കുഴപ്പം? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റേ ആളുടെ കുഴപ്പം, ആ പാവപ്പെട്ടവരുടെ കുഴപ്പമല്ലത്. തിരിച്ചും വരാറുണ്ട്. അപ്പൊ ശരിക്കും ആണുങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗ്രൂമിങ് ഉള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് വേണം ലളിതാശ്രാമം ജപിക്കാൻ. ആ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആക്കി ഇന്ന് ജപിച്ചില്ലെങ്കിൽ എത്തിന്റെ പണി കിട്ടും. ഞാൻ പറഞ്ഞോട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് വെച്ച് ജപിക്കുമ്പോൾ ബാധകളിലേക്ക് എനർജി പോയിട്ട് ദുരിതം കൂടും. അതുകൊണ്ട് ലളിതാ സഹസ്രനാമമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എന്ത് ജപിച്ചാലും ചിരിച്ച പ്രസന്നവദനമായിട്ട് ചിരിച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിൽ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് കണ്ണൊക്കെ തുറന്ന് പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് വേണം ജപിക്കാൻ. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ പറഞ്ഞത്, ഹേമാഭാം പീഠവസ്ത്രം കരകളിൽ ഹേമോത്മാമ്പരാങ്കി. അപ്പം സ്വർണ്ണ കളറിലുള്ള താമരപ്പൂക്കളും കാര്യങ്ങളും ഒക്കെ കൈകളിലുണ്ട്. ഹേമപത്മാമ്പരാങ്കി സർവാലങ്കാരയുക്തം, എല്ലാ അലങ്കാരങ്ങളോടും കൂടി ചേർന്ന ദേവി, സർവാലങ്കാരയുക്ത സതതം അഭേദാം, എപ്പോഴും അഭയം നൽകിക്കൊണ്ടിരിക്കുക ദേവി. അഭയമുദ്ര പിടിച്ചിട്ട് അഭയം വരതും, വരം തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭയം തരുന്ന ഇങ്ങനെ. അപ്പം അഭയവരത മുദ്രകൾ. അപ്പം സതം അഭേദാന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചാൽ മതി. എല്ലായ്പ്പോഴും അഭയം നൽകുന്ന കൈകളാണ് ദേവി. അഭേദം അഭേദാം ഭക്തനമ്രാം ഭവാനിയും. അങ്ങനെയുള്ള ദേവിയെ ഭക്തന്മാര് നമിക്കുന്നു. അപ്പൊ ആ നമിച്ചുകൊണ്ടിരിക്കുന്ന ദേവി എന്നൊക്കെ പറയും. ദേവിയല്ല നമിക്കുന്ന, ഭക്തന്മാർ നമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ദേവിയാണോ ആ ദേവി. അങ്ങനെ ആ ദേവിയെ നമ്മൾ വണങ്ങാണ്. അപ്പൊ ഇവിടെ ശാന്തരസമാണ്. രസത്തെക്കുറിച്ച് അഭിനവ ഗുപ്താചാര്യൻ ആഴത്തിൽ പഠിച്ചു പറഞ്ഞിട്ടുണ്ട് കാശ്മീരി ശൈവ സിദ്ധാന്തത്തിൽ. രസമാണ്. രസത്തിലെ ഏറ്റവും ഉയർന്ന രസമായിട്ട് പറയുന്നത് ശാന്തമാണ്. എത്ര രസങ്ങളുണ്ട് മൊത്തത്തില്? നവരസങ്ങൾ അല്ലേ? 9. അത് 8 ഉള്ളായിരുന്നു ആദ്യം. പിന്നെ ഈ ഋഷിമാര് ഒരു രസം കൂടെ ചേർത്തു. ഏറ്റവും ശ്രേഷ്ഠമായ രസം ശാന്തമാണ്. ഏറ്റവും ശാന്തം പത്മാസനസ്ഥം അല്ലെ? കൃഷ്ണാമൂർത്തിയുടെ ഒക്കെ ധ്യാനത്തിലൊക്കെ ശാന്താവസ്ഥയെ വെല്ലാൻ പറ്റുന്ന ഒരു രസമില്ല. ഈ രസം, ശാന്തരസം ഏറ്റവും ഉയർന്ന രസമാണെന്ന് പറഞ്ഞു. ആ രസം സ്ഫുരിക്കണമെങ്കിൽ ത്രിപുടി മുടിയണം. എന്താണ്? കാണുന്നവനും കേൾക്കുന്നവനും ഏത് രസമായാലും രസം സ്ഫുരിക്കണമെങ്കിൽ ത്രിപുടി മുടിയണം. ത്രിപുടി മുടിയാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്നും നിങ്ങളെന്നുമുള്ള ഭാവം. അതായത് ഒരു കലാകാരൻ പെർഫോം ചെയ്യുമ്പോൾ ത്രിപുടി മുടിഞ്ഞില്ലെങ്കിൽ ആനന്ദം ഉണ്ടാവില്ല, സമാധിയാവസ്ഥ പ്രേക്ഷകൻ ഉണ്ടാവില്ല. ഒരു നിമിഷം സമാധിയാവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ടാണ് കലയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നതും അത് നമ്മളെ എക്സ്റ്റസിയിലേക്ക് എത്തിക്കുന്നതും. ആനന്ദ നിർവൃതിയിലേക്ക് നമ്മളെ ഒരു കലാകാരൻ എത്തിക്കുന്നത് അവന് ത്രിപുടി മുടിക്കാൻ പറ്റുമ്പോഴാണ്. എന്ത്? കലാകാരൻ എന്നുള്ള ഞാൻ എന്നുള്ള തോന്നലും കല ആസ്വദിക്കുന്ന ആളെന്ന പ്രേക്ഷകനും ആ കല എന്നുള്ള അവസ്ഥയും, ഇത് മൂന്നും ഒന്നായി തീരണം. അതായത് കലാകാരൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേജിൽ എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്, അടിപൊളി പാട്ടുകാരനാന്നിരിക്കട്ടെ, അത് കേൾക്കാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ വന്നിരിക്കുക ദൂരെ എന്നൊക്കെ, ഈ കല ആസ്വദിക്കാൻ വേണ്ടി പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പൊ ഞാൻ സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊരു BJP കാരനാന്നിരിക്കട്ടെ, ഈ ആള് സ്റ്റേജിൽ കയറിയിട്ട് പുള്ളിയുടെ കുറെ രാഷ്ട്രീയം ആദ്യം 1 മിനിറ്റ് സംസാരിച്ചു. എന്നിട്ട് പുള്ളി പാടിയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അവിടെ എനിക്കത് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തിരിച്ച് സ്റ്റേജിലോട്ട് കയറി ഉടനെ ഫ്രണ്ടിലിരിക്കുന്ന ഒരുത്തൻ നല്ല തെറി പറഞ്ഞു, മൂടങ്ങ് പോയി. ഓഡിയൻസിനോട് മൊത്തം അങ്ങ് വെറുപ്പായി. ഒരു സെക്കൻഡ് നേരത്തേക്ക് അയാൾക്ക്. പിന്നെ അയാൾ അങ്ങോട്ട് പാടിയാലും ശരിയാവത്തില്ല. അപ്പൊ പാട്ടുകാരനും അല്ലെങ്കിൽ കലാകാരനും കല ആസ്വദിക്കുന്ന ആളും
ആ കലയും ഒന്നായി തീരുന്ന ചില അവസ്ഥകളുണ്ട്. അത് കലാകാരന്മാർക്കും ആസ്വാദകർക്കും മനസ്സിലാവും. ഒന്നായി തീരുന്ന അവസ്ഥ അവിടെ രണ്ടുപേരില്ല. ആ കലയേ ഇല്ല. കല മാത്രമേ ഉള്ളൂ. പിന്നെ ആ കലയില്ലെന്ന് മനസ്സിലാവും. അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ധ്യാനാവസ്ഥയാണ്. അറിയാതെ ധ്യാനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി സമാധി അവസ്ഥയുടെ ഒളിവട്ടം കൊടുക്കുന്നത് കൊണ്ടാണ് കലയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. കാരണം കലയിൽ രസമുണ്ടാകുന്നു. നല്ല രസം അവന്റെ പാട്ട് കേൾക്കാൻ. ലോകത്തെ എന്തും രസമായിട്ട് ചെയ്യണം. ഒരു ചെറിയ സാമ്പാർ ഉണ്ടാക്കിയാലും അതിനൊരു രസം ഉണ്ടാകണം. സാമ്പാർ ഉണ്ടാക്കിയ രസം ഉണ്ടാകും. എന്താ രസം സാമ്പാറും രണ്ടല്ലേ? അങ്ങനെയല്ല പറഞ്ഞു. സാമ്പാർ ഉണ്ടാക്കിയ രസമുണ്ടാകണം. അല്ലെ? ഒരാളെ കൊല്ലുന്ന എന്തിനാ? ഒരു രസം. എല്ലാം രസത്തിലാണ്. ലോകത്തിന്റെ ആനന്ദത്തിലാണ് നിലനിൽപ്പ്. ആനന്ദം രസം ആനന്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം. ഒരു മരം മരമായിട്ട് നിൽക്കുന്നത്, ഒരു പക്ഷി പക്ഷിയായിട്ട് പറക്കുന്നതും അല്ലേ? നമ്മളെല്ലാം ജോലി ചെയ്യുന്നതും കുട്ടികളെ സൃഷ്ടിക്കുന്നതും എല്ലാം ഈ പ്രപഞ്ചത്തിൽ ആനന്ദരസം, അതിന്റെ ശാന്തം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആനന്ദം ഉണ്ടാകുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും നടക്കത്തില്ല, അത് വേറെ വിഷയം. എങ്കിലും ശാന്തമാവസ്ഥ ഏറ്റവും ഉയർന്ന രസമായിട്ട് പറയുന്നു. ആ രസം നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാകുമ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴും ആ രസം നമ്മൾ രസത്തോടുകൂടി ചെയ്യണം. വേണ്ടേ? അല്ലേ? ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയാലും ഒരു പരിപ്പുവട ഉണ്ടാക്കിയാലും രസത്തോടു കൂടി ചെയ്യാൻ നമുക്ക് പറ്റണം. പ്രാഗിക്കൊണ്ടാണെങ്കിൽ ഇത് അവന് കൈവശമായിട്ട് വരും. എന്നും വയറിന് പ്രശ്നമായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പരിപ്പുവട വാങ്ങിച്ച് കഴിച്ചാൽ എന്നും ഗ്യാസ് പ്രോബ്ലം ആയിരിക്കും, മാറുകയില്ല. കാരണം എന്താ? നമ്മൾ രസത്തോടു കൂടിയല്ല ചെയ്യുന്നത്. പ്രാഗിക്കൊണ്ട് കാലമാട് എന്ത് കൊടുക്കണ്ടായോ? എനിക്ക് ഈ സമയമില്ലാത്തതുകൊണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ? രസത്തോടു കൂടി ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഒരു ചേട്ടൻ യക്ഷിയെ ഇടിക്കുന്ന കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ശാന്തിക്ക് സഹായിക്കാൻ പോയപ്പോ യക്ഷിയുടെ വിഗ്രഹത്തിട്ടിരിക്കുക. കഴുടമുള, നീ കാരണമല്ലേ ഞാൻ ഇന്ന് ഇവിടെ വരേണ്ടി വന്ന, സമയമില്ലാത്ത സമയത്ത് അവസാനം എന്താണ് യക്ഷി എടുത്തിരിക്കുക. ഡം ഡം എന്ന സൗണ്ട് കേൾക്കുക. ഞാൻ നോക്കിയപ്പോ യക്ഷി എടുത്തിരിക്കുക. ഞാൻ പിന്നെ കംപ്ലൈന്റ് ചെയ്ത് പുള്ളി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെയുള്ളവരൊന്നും വെക്കല്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു അതിന്റെ പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ ഇതൊക്കെ വളരെ പവിത്രമായിട്ടും വിശ്വാസമായിട്ട് കാണുമ്പോൾ പുള്ളി അപ്പുറത്ത് യക്ഷിയുടെ ഡും ഡും സൗണ്ട് ഇട്ട് ഞാൻ നോക്കിയപ്പോ നീ കാരണമല്ലേ ഞാൻ വന്ന്. അവിടെ രസത്തോടു കൂടിയാണോ ചെയ്യുന്നത്? രസമുണ്ടോ ചെയ്യുന്നല്ലേ? ബാധ്യതയായിട്ട് തോന്നിട്ടല്ലേ ചെയ്യുന്നത്? അപ്പോ നമ്മള് ജീവിതത്തിലെല്ലാം രസമായിട്ട് ശാന്തരസത്തിലേക്ക് എത്തി, ഉയർന്ന അവസ്ഥയിൽ എത്തിയിട്ട് ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിച്ചാൽ ഭാഗ്യമാണ്. ദൈവയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദൈവയുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പലരുടെയും വേദനകളൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കലി, പക്ഷെ നടന്നു വരത്തില്ല. കാരണം നമുക്ക് എല്ലാവരിലും ഓടിയെത്താനും ഒന്നും പലപ്പോഴും പറ്റത്തില്ല. പക്ഷെ അപ്പൊ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അത് തന്നെ ഇനഫാണ്. അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ ഗുണങ്ങളും കിട്ടിയിരിക്കും. ദേവി അത്ര കാരുണ്യവതിയാണ്. അതിപരാശക്തിയെ നമ്മളൊരു സുഹൃത്തായിട്ട് കൂടെ കൂട്ടണം. ഒരു സുഹൃത്തായിട്ട് കണ്ട് ഉപാസിച്ചാൽ ഉറപ്പായിട്ടും 100% ദേവി കൈവിടത്തില്ല. ഇന്നല്ല നാളെ. സക്സസ് മേ ബി ഡിലേ, നോട്ട് ഡിനൈ. സക്സസ് ഒരുപക്ഷെ താമസിച്ചേക്കാം, പക്ഷെ നിങ്ങൾക്ക് നിഷേധിക്കപ്പെടത്തില്ല. ദേവിയുടെ സന്നിധിയിൽ എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും അടുത്ത ദിവസം ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ ഉണ്ടാവണം. ഇത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വലിയ ഗിഫ്റ്റാണ്. ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല. കാരണം ദേവിയെ അറിയാനുള്ള ഒരു അവസരം അവർക്ക് ദേവിയായിട്ട് നമ്മളിലൂടെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. മഹത്തായ യജ്ഞമാണ്. യജ്ഞപൂർവ്വമുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫലേച്ഛ കൂടാതെയുള്ള കർമ്മമാണ്. ആ യജ്ഞപൂജപൂർവമുള്ള കർമ്മത്തിലൂടെ എല്ലാവരിലേക്കും ദേവി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീമാത്രേ നമഃ. ശ്രീലംബികായേ നമഃ. മേ നാരായണ ദേവി നാരായണ.
श्रीगुरुभ्यो नमः। गुरुभ्यो नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मत् आचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ॐ श्री ललिताम्बिका गुरुपादुकम् पूजयामि तर्पयामि नमः। ॐ श्री पराशक्त्यै नमः। ॐ गं गणपतये नमः। ॐ अस्य श्रीललितासहस्रनामस्तोत्रमहामन्त्रस्य वशिन्यादिवाग्देवता ऋषय अनुष्टुप्छन्त श्रीललिता परमेश्वरी देवता श्रीमद्वाग्भवकूटेति बीजम् मध्यकूटेति शक्ति शक्तिकूटेति कीलकम् मूलप्रकृतिरिति ध्यानम् श्रीललिता महात्रिपुरसुन्दरी प्रसादसिद्धिद्वारा सकलचिन्तितफलवाप्त्यर्थे जपे विनियोगा। सिन्दूरारुणविग्रहाम् त्रिनयनाम् माणिक्यमौलिस्फुरत् तारानायकशेखराम् स्मितमुखीम् आपीनवक्षोरुहाम् पाणिभ्यामलिपूर्णरत्नचषकम् रक्तोत्पलम् बिभ्रतीम् सौम्याम् रत्नघटस्थरक्तचरणाम् ध्यायेत् पराम् अम्बिकाम् ध्यायेत् पद्मासनस्ताम् विकसितवदनाम् पद्मपत्रायदाक्षीम् हेमाभाम् पीतवस्त्राम् करकलितलसद्धेम पद्माम् वराङ्गीम् सर्वालङ्कारयुक्ताम् सततमभयदाम् भक्तनम्राम् भवानीम् श्रीविद्याम् शान्तमूर्तिम् सकलसुरनुताम् सर्वसम्पत्प्रदात्रीम् सकुङ्कुमविलेपनाम् अलिकचुम्बिकस्तूरिकाम् समन्दहसितेक्षणाम् सशरचापपाशाङ्कुशाम् अशेषजनमोहिनीम् अरुणमाल्यभूषाम् पराम् जपाकुसुमभासुराम् जपविधौ स्मरेत् अम्बिकाम् अरुणाम् करुणाम् तरङ्गिताक्षीम् धृतपाशाङ्कुशपुष्पबाणचापाम् अणिमादिभिरावृताम् मयूखैः अहमित्येव विभावये भवानी। ॐ नमो भगवते श्रीमूकाम्बिकायै। ॐ श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्ठसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपेक्षुकोदन्ता पञ्चतन्मात्रसायका निजारुणप्रभापूरमज्जत् ब्रह्माण्डमण्डला चम्पकाशोभपुन्नागसौगन्धिकलसत्कचा कुरुविन्दमणिश्रेणी कनत्कोटीरमण्डिता अष्टमी चन्द्रविभ्राज दलिगस्थलशोभिता मुखचन्द्रकलङ्गाभ मृगनाभिविशेषका वदनस्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मी परीवाह चलन्मीनाभलोचना नवचम्पकपुष्पाभनासादन्तविराजिता ताराकान्तितिरस्कारि नासाभरणभासुरा कदम्बमञ्जरीक्लिप्तकर्णपूरमनोहरा ताडङ्कयुगलीभूततपनोडुपमण्डला पद्मरागशिलादर्श परिभाविकपोलभूः नवविद्रुमबिम्बश्रीन्यक्कारिदनच्छदा शुद्धविद्याङ्कुराकार द्विजपङ्क्तिद्वयोज्ज्वला कर्पूरवीटिगामोदसमागर्ष दिगन्तरा
निजसल्लाप माधुर्य विनिर्भत्सित कच्छपि मन्तस्मित प्रभापूरमज्जत्कामेश मानसा अनाकलित सादृश्य चुबुगश्री विराजिता कानेश बद्धमाङ्कल्य सूत्रशोभित कन्धरा कनकाङ्कतकेयूर कमनीय भुजान्विता रत्नग्रीवेय चिन्ता कलोला मुक्ता फलान्विता कामेश्वर प्रेम रत्न मणि प्रदीपनस्तनी नाभ्यालवाल रोमाळी लता फलकुजद्वयी लक्ष्यरोमलता धारता समुन्नेय मध्यमा स्तनभारदलन्मध्य पक्तबन्धवलित्रया अरुणारुण कौसुम्भ वस्त्रभास्वकटितटी रत्नकिङ्किणिकारम्य रशनादामभूषिता कामेश ज्ञात सौभाग्य माधवोरुद्वयान्विता माणिक्यमकुटाकार जानुद्वय विराजिता इन्द्रगोपपरिक्षिप्त स्मरतूणाभजङ्घिका गूढगुल्फा कूर्मपृष्ठ जयिष्णु प्रबदान्विता नखदीभिधि संचन्न मज्जनत्तमो गुणा पदद्वय प्रभाजाल पराकृत सरोरुहा शिञ्चानमणि मञ्जीर मन्तित श्रीपदाम्बुजा मराळी मन्दगमना महालावण्य शेवधि सर्वारुणा नवद्याङ्गी सर्वाभरणभूषिता शिवकामेश्वराङ्कस्ता शिवा स्वाधीनवल्लभा सुमेरुमध्य शृङ्कस्ता श्रीमन्नगरनायिका चिन्तामणिगृहान्तस्था पञ्चब्रह्मासनस्थिता महापद्माटवी संस्था कदम्बवनवासिनी सुधासागर मध्यस्था कामाक्षी कामदायिनी देवर्षिगण संघात स्तूयमानात्मवैभवा भण्डासुरा वद्वभोद्युक्त शक्तिसेना समन्विता सम्पल्करी समारूढ सिन्धुरव्रज सेविता अश्वारूढाधिष्ठिराश्वकोटिकोटिभिरावृता चक्रराजरधारूढ सर्वायुध परिष्कृता गयचक्ररधारूढ मन्त्रिणी परिसेविता गिरिचक्ररधारूढ दण्डनाथा पुरस्कृता ज्वालामालिका क्षिप्तवग्निप्राकार मध्यका भण्डसैन्यवधोयुक्त शक्तिविक्रमहर्षिता नित्या पराक्रमाटोपनिरीक्षण समुत्सुका भण्डपुत्रवधोयुक्त बाला विक्रमनन्दिता मन्द्रिण्यम्पा विरजित विषङ्गवधतोषिता विशुक्रप्राणहरण वाराहीर्यनन्दिता कामेश्वर मुखालोक कल्पित श्रीगणेश्वरा महागणेश निर्भिन्न विघ्नयन्द्र प्रहर्षिता भण्डासुरेन्द्र निर्मुक्त शस्त्र प्रत्यस्त्र वर्षिणी कराङ्कुलिन घोल्पन्न नारायण दशाकृतिः महापाशुपतास्त्राग्निर्दग्धासुर सैनिका कामेश्वरास्त्र निर्दग्ध सभण्डासुर शून्यता ब्रह्मोपेन्द्र महेन्द्रादिदेव संस्तुत वैभवा हरनेत्राग्नि संदग्ध काम संजीवनौषधिः श्रीमद्वाग्भवकूटैक स्वरूप मुख पंकजा कंठाधकटिपर्यन्त मध्यकूट स्वरूपिणी शक्तिकूटैगतापन्न कट्यधो भागधारिणी मूलमन्त्रात्मिका मूलकूटत्रय कलेबरा कुलामृदैगरसिका कुलसङ्केतपालिनी कुलाङ्कना कुलान्तस्था कौलिनी कुलयोगिनी अकुला समयान्तस्था समयाचार तत्परा मूलाधारैगनिलया ब्रह्मगृन्धिविभेदिनी मणिपूरान्तरुदिता विष्णुगृन्धिविभेदिनी आज्ञाचक्रान्तराळस्था रुद्रगृन्धिविभेदिनी सहस्रारां पुजारूढा सुधासारभिवर्षिणी तटिल्लता समरुजि षट्चक्रोपरि संस्थिता महाशक्ति कुन्तलिनी विसतन्दुतनीयसी भवानी भावनागम्या भवारण्य कुठारिका भद्रप्रिया भद्रमूर्ते भक्त सौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवश्या भयापहा शाम्भवी शारदाराध्या शर्वाणी शर्मदायिनी शाङ्करी श्रीकरी साध्वी शरच्चन्द्र निभानना
शातोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निरुपप्लवा नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रया नित्यशुद्धा नित्यबुद्धा निरवद्या निरन्तरा निष्कारणा निष्कलङ्का निरुपाधिर्निरीश्वरा निरागारागमधना निर्मदा मदनाशिनी निश्चिन्ता निरहङ्कारा निर्मोहा मोहनाशिनी निर्ममा ममता हन्त्री निष्पापा पापनाशिनी निष्क्रोधा क्रोधशमनी निर्लोभा लोभनाशिनी निस्संशया संशयज्ञी निर्भवा भवनाशिनी निर्विकल्पा निराबाधा निर्भेदा भेदनाशिनी निर्नाशा मृत्युमधने निष्क्रिया निष्परिग्रहा निस्तुला नीलचिकुरा निरपाया निरत्यया दुर्लभा दुर्गमा दुर्गा दुःखहन्त्री सुखप्रदा दुष्टदूरा दुराचार शमनी दोषवर्जिता सर्वज्ञा सान्त्रकरुणा समानाधिगवर्जिता सर्वशक्तिमयी सर्वमङ्गला सर्गतिप्रदा सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणी सर्वयन्त्रात्मिका सर्वतन्त्ररूपा मनोन्मनी महेश्वरी महादेवी महालक्ष्मी मृडप्रिया महारूपा महापूजा महापातकनाशिनी महामाया महासत्त्वा महाशक्तिर्महारतिः महाभोगा महेश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर्महायोगीश्वरेश्वरी महातन्त्रा महामन्त्रा महायन्त्रा महासना महायागक्रमाराध्या महाभैरव पूजिता महेश्वर महाकल्प महाताण्डव साक्षिणी महाकामेश महिषी महात्रिपुरसुन्दरी चतुष्षष्टिपचाराध्या चतुष्षष्टिकलामयी महाचतुष्षष्टिकोटि योगिनी गणसेविता मनविद्या चन्द्रविद्या चन्द्रमण्डलमध्यगा चारुरूपा चारुहासा चारुचन्द्रकलाधरा चराचर जगन्नाथा चक्रराजनिकेतना पार्वती पद्मनयना पद्मरागसमप्रभा पञ्चप्रेतासनासीना पञ्चब्रह्मस्वरूपिणी चिन्मयी परमानन्ता विज्ञानघनरूपिणी ध्यानध्यातृध्येयरूपा धर्मा धर्मविवर्जिता विश्वरूपा जातरिणी सुपन्दी तैजसात्मिका सुप्ता प्राज्ञात्मिका तुज्या सर्वावस्था विवर्जिता सृष्टिकर्त्री ब्रह्मरूपा गोत्री गोविन्दरूपिणी संहारिणी रुद्ररूपा तिरोधानगरीश्वरी सदाशिवानुग्रहदा पञ्चकृत्य परायणा भानुमण्डल मध्यस्था भैरवी भगमालिनी पद्मासना भगवती पद्मनाभ सहोदरी उन्मेष निमिषोल्पन्न विपन्न भुवनावलिः सहस्रशीर्षवदना सहस्राक्षी सहस्रपा आब्रह्मकीडजने वर्णाश्रम विधायिनी निजाज्ञा रूपनिकमा पुण्या पुण्यफलप्रदा श्रुति सीमन्त सिन्दूरी कृतपादाब्ज धूलिका सकलागम सन्तोह शुक्ति संपुट मौक्तिका पुरुषार्थ प्रदा पूर्णा भोगिनी भुवनेश्वरी अंबिका नादिनिधना हरिब्रह्मेन्द्र सेविता नारायणी नादरूपा नामरूप विवर्जिता ह्रींकारी ह्रीमती हृद्या हेयोपादेय वर्जिता राजराजा चिदाराज्ञी रण्या राजीवलोचना रञ्जनी रमणीरस्या रणकिङ्किणी मेखला रमा रागेन्दुवदना रतिरूपा रतिप्रिया रक्षागरी राक्षसज्ञी रामा रमणलम्पटा काम्या कामकलारूपा कदम्ब कुसुमप्रिया कल्याणी जगदेकन्ता करुणारससागरा कलावती कलालापा कान्दा कादम्बरी प्रिया वरदा वामनयना वारुणी मदविह्वला विश्वाधिगा वेद विद्या विन्ध्याचल निवासिनी विधात्री वेद जननी विष्णुमाया विलासिनी
क्षेत्रस्वरूपा क्षेत्रेशी क्षेत्र क्षेत्रज्ञपालिनी क्षयवृद्धि विनिर्मुक्ता क्षेत्रपालः समर्चिता विजया विमला वन्त्या वन्तारुजन वत्सला वाग्वादिनी वामकेशी वह्निमण्डलवासिनी भक्तिमल्कल्पलितिका पशुपाश विमोचिनी संवृदा शेषपाषण्टा सदाचार प्रवर्तिका तावत्रयाग्नि संदप्त समाह्लादन चन्द्रिका तरुणी तावसाराध्या तनुमध्यातमोपः चिदिस्तल्पदलिच्यथा चिदेगर स्वरूपिणी स्वात्मानन्तलरीभूत ब्रह्माद्यानन्त सन्ततिः परा प्रत्यक्षिती रूपा पश्यन्ती परदेवता मध्यमा वैखरी रूपा भक्तमानसहंसिका कामेश्वर प्राणनाडी कृतज्ञा कामपूजिता श्रृंगार रस संपूर्णा जया जालंधर स्थिता ओद्यानपीठनिलया बिन्दुमण्डलवासिनी रहोयाग क्रमाराध्या रहस्तर्पण तर्पिता सद्य प्रसादिनी विश्वसाचिनी साचिवर्जिता षडंग देवता युक्ता षड्गुण्य परिपूरिता नित्य क्लिन्ना निरुपमा निर्वाण सुखदायिनी नित्या षोडशिका रूपा श्रीकंठाधर शरीरिणी प्रभावती प्रभारूपा प्रसिद्धा परमेश्वरी मूल प्रकृतिरव्यक्ता व्यक्ता व्यक्त स्वरूपिणी व्यापिनी विविधाकारा विद्या विद्या स्वरूपिणी महाकामेश नयन कुमुदाह्लाद कौमुदी भक्तः दतमो भेद भानुमद्भानु संततिः शिवदूती शिवाराध्या शिवमूर्ति शिवंकरी शिवप्रिया शिवपरा शिष्टेष्टा शिष्ट पूजिता अप्रमेया स्वप्रकाशा मनोवाचा मगोचरा चिक्शक्तिश्चेतना रूपा जड शक्ति जडात्मिका गायत्री व्याहृदि संध्या दुजवृंद निषेविता तत्वासना तत्वमयी पंचकोशान्तरस्थिता निसीम महिमा नित्य यौवना मदशालिनी मदघूमिद रक्ताक्षी मदपाटल गंडभूः चंदन द्रव दिग्धांगे चांपेय कुसुम प्रिया कुशला कोमलाकारा कुरुकुल्ला कुलेश्वरी कुलकुंतालया कौलमार्गकल्पर सेविता कुमारगणनाथाम्बा पुष्टिर्मतिर्भिजिः शान्ति स्वस्तिमते काञ्जनन्तिनी विघ्ननाशिनी तेजोवती त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी माता मलयाचलवासिनी सुमुखी नलिनी शुभ्रू शोभना सुरनायिका कालकंठी कांतिमती चोभिनी सूक्ष्म रूपिणी वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सिद्धेश्वरी सिद्ध विद्या सिद्ध माता यशस्विनी विशुद्धि चक्र निलया रक्तवर्णा त्रिलोचना खड्वांगादि प्रहरणा वदनैक समन्विता पायसान्न प्रिया स्वस्ता पशुलोक भयंकरी अमृतादि महाशक्ति समृता डाकिनीश्वरी अनाहदाब्जनलया श्यामा भावदनद्वया दंष्टोज्ज्वला क्षमाला दिग्धरा रुचिर संस्थिता कालरात्यादिशक्त्यौघवृता स्निग्धौदन प्रिया महावीरेन्द्र वरदारा किन्यम्पा स्वरूपिणी मणिपुराब्जनलया वदनत्रय संयुता वज्रादिगायुधोपेता डामर्यादिभिरावृता रक्तवर्णा मांसनिष्ठा गुदान प्रीत मानसा समस्त भक्त सुखदा किन्यम्पा स्वरूपिणी स्वाधिष्ठानां भुजगदा चतुर्वक्त्र मनोहरा शूलाद्यायुध संपन्ना पीतवर्णाधिगर्भिता मेधोनिष्ठा मधुप्रीता बन्दिन्याति समन्विता दिग्भिन्ना सक्तहृतया काकिनी रूपधारिणी मूलाधाराम्बुजारूढा पंचवक्त्रास्ति संस्थिता अंकुशादि प्रहरणा वरदादि निषेविता मुग्गौदना सक्तचित्ता साकिन्यम्पा स्वरूपिणी आज्ञाचक्रार्जनलया शुक्लवर्णाशदानना मज्जा संस्था हंसवती मुख्य शक्ति समन्विता हरिद्रा नैगरसिका हाकिनी रूपधारिणी सहस्रदल पद्मस्था सर्ववर्णोपशोभिता
सर्वायुधधरा शुक्ल संस्थिता सर्वतोमुखी सर्वौदन प्रीत चित्ताया किन्यम्पा स्वरूपिणी स्वाहा स्वधा मतिर्मेधा श्रुति स्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्या पुण्यश्रवण कीर्तना पुलोमजार्चिदा बन्धमोचिनी बर्बरालका विमर्शरूपिणी विद्या वियदाज जगल्प्रसूः सर्वव्याधि प्रशमने सर्वमृत्युनिवारिणी अग्रगण्या चिन्त्यरूपा कलिकल्मषनाशिनी कात्यायनी कालहन्त्री कमलाक्षनिषेविता ताम्बूलपूरितमुखी दाडिनी कुसुमप्रभा मृगाक्षी मोहिनी मुख्या मृडानी मित्ररूपिणी नित्यतृप्ता भक्तनिधिर्नियन्त्री निखिलेश्वरी मैत्रादिवासनालभ्या महाप्रलय साक्षिणी पराशक्ति परानिष्ठा प्रज्ञानघनरूपिणी माधवीपानालसा मत्ता मातृका वर्णरूपिणी महाकैलासनिलया मृणालमृतुदोर्लता महनीया दयामूर्ति महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविता श्री षोडशाक्षरी विद्या त्रिकूटा कामकोटिका कडाक्ष किङ्करी भूत कमला कोटि सेविता शिरस्थिता चन्द्रनिभा फालस्तेन्द्रधनुप्रभा हृदयस्तारिप्रख्या त्रिकोणान्तर दीपिका दाक्षायणी दैत्यहन्त्री दक्षयज्ञ विनाशिनी दरान्दोलित दीर्घाक्षी दरहासोज्ज्वलन्मुखी गुरुमूर्तिर्गुणनिधि गोमाता गुह जन्मभूः देवी शीदन्तनिधिस्ता दहरागाशरूपिणी प्रतिबन्मुख्यराकान्ततिथिमण्डल पूजिता कलात्मिका कलानाथा काव्यालाप विनोदिनी सचामर रमावाणी सव्यदक्षिण सेविता आदिशक्तिरमेयात्मा परमा पावनाकृतिः अनेक कोटि ब्रह्माण्ड जननी दिव्य विग्रहा क्लीकारी केवला गुह्या कैवल्य पददायिनी त्रिपुरा त्रिजगद्वन्द्या त्रिमूर्तिस्त्रिदशेश्वरी त्र्यक्षरी दिव्य गन्धाढ्या सिन्दूरतिलकाञ्चिता उमा शैलेन्द्रतनया गौरी गन्धर्व सेविता विश्वगर्भा स्वर्णगर्भा वरदा वागधीश्वरी ध्यानगम्या परिच्छेद्या ज्ञानदा ज्ञान विग्रहा सर्ववेदान्त संवेद्या सत्यानन्द स्वरूपिणी लोपामुद्राचिता लीला क्लिप्त ब्रह्माण्ड मण्डला अदृश्य दृश्यविहिता विज्ञात्री वेजवर्जिता योगिनी योगदा योग्या योगानन्ता युगन्धरा इच्छा शक्ति ज्ञान शक्ति क्रिया शक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सदसद्रूपधारिणी अष्टमूर्तिरजा जैत्री लोकयात्रा विधायिनी एकाकिनी भूमरूपा निर्द्वैता द्वैतवर्जिता अन्नदा वसुधा वृद्धा ब्रह्मानैक्य स्वरूपिणी बृहती ब्राह्मणी ब्राह्मी ब्रह्मानन्ता बलिप्रिया भाषारूपा बृहत्सेना भावा भाव विवर्जिता सुधाराध्या शुभगरी शोभना सुलभागतिः राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजकृपा राजपीठ निरेशित निजाश्रिता राजलक्ष्मी कोशनाधा चतुरंग बलेश्वरी साम्राज्यदायिनी सत्यसन्धा सागर मेखला दीक्षिता दैत्य शमनी सर्वलोकवशंकरी सर्वार्थदात्री सावित्री सच्चिदानंद रूपिणी देशकाला परिच्छिन्ना सर्वदा सर्वमोहिनी सरस्वती शास्त्रमयी गुहाम्बा गुह्य रूपिणी सर्वोपाधिर्मुक्ता सदाशिव पतिव्रता संप्रदायेश्वरी साध्वी गुरुमण्डल रूपिणी कुलोत्तीर्णा भगाराध्या माया मधुमती मही गणाम्बा गुह्यकाराध्या कोमलांकी गुरुप्रिया स्वतंत्रा सर्वतंत्रेशी दक्षिणामूर्ति रूपिणी सनकादि समाराध्या शिवज्ञान प्रदायिनी चित्कलानंद कलिका प्रेम रूपा प्रियंकरी नाम पारायण प्रीता नंदी विद्या नटेश्वरी मिथ्या जगदधिष्ठाना मुक्तिदा मुक्ति रूपिणी लास्य प्रिया लयकरी लज्जा लंभाधिवंतिता
भवदा वसुधा वृष्टि पापारण्यदवानला दौर्भाग्यतूलवातूला जराध्वान्तर विप्रभा भाग्याब्धिचन्द्रिका भक्त चित्तकेकि घना घना रोगपर्वदम्भोळ मृत्युदार कुठारिका महेश्वरी महाकाली महाग्रासा महाशना अपर्णा चण्डिका चण्डमुण्टा सुरनिषूदिनी चराचरात्मिका सर्वलोकेशी विश्वधारिणी त्रिवर्गधात्री सुभगा त्र्यम्बका त्रिगुणात्मिका स्वर्गापवर्गदा शुद्धा जबा पुष्पनिभाकृतिः ओजोवती द्युतिधरा यज्ञरूपा प्रियव्रता दुराराध्या दुराधर्षा पाटली कुसुमप्रिया महती मेरुनिलया मन्तार कुसुमप्रिया वीराराध्या विराड्रूपा विरजा विश्वतोमुखी प्रत्यग्रूपा पराकाशा प्राणदा प्राणरूपिणी माताण्ड भैरवाराध्या मन्त्रिणी यस्य राजधूः त्रिपुरेशी जयत्सेना निःश्रैगुण्या परापरा सत्यज्ञानानन्दरूपा सामरस्य परायणा कपर्दिनी कलामाला कामधुक्कामरूपिणी कलानिधि काव्यकला रसज्ञा रससेवधिः पुष्टा पुरातना पूज्या पुष्करा पुष्करेक्षणा परं ज्योति परं धाम परमाणु पराल्परा पाशहस्ता पाशहन्त्री परमन्त्र विभेदिनी मूर्ता मूर्ता नित्यतृप्ता मुनिमानस हंसिता सत्यव्रता सत्यरूपा सर्वाद्वैत्यानि सती ब्रह्माणि ब्रह्मजननी बहुरूपा बुधाचिता रसवित्री प्रजन्ताज्ञा प्रतिष्ठा प्रगडाकृतिः प्राणेश्वरी प्राणदात्री पञ्चाशल्पीठरूपिणी विशृङ्खला विविक्तस्था वीरमाता वियल्प्रसूः मुकुन्दा मुक्तिनिलया मूलविग्रहरूपिणी भावज्ञा भवरोगज्ञी भवचक्रप्रवर्तिनी छन्दसारा शास्त्रसारा मन्त्रसारा तलोदरी उदारकीर्तिरुद्धाम वैभवा वर्णरूपिणी जन्म मृत्यु जरा तप्त जन विश्रान्तिदायिनी सर्वोपनिषदुल्दृष्टा शान्तिधीरः कलात्मिका गम्भीरा गगनान्तस्था गर्विता गानलोलुपा कल्पनारहिता काष्ठा कान्ता कान्दार्ध विग्रहा कार्यकारण निर्मुक्ता कामकेलितरङ्किता कनकनगताडङ्का लीला विग्रहधारिणी अजाक्षय विनिर्मुक्ता मुग्धा क्षिप्रप्रसादिनी अन्तर्मुख समाराध्या बहिर्मुख सुदुर्लभा त्रिवर्गनिलया त्रिस्ता त्रिपुरमालिनी निरामया निरालम्पा स्वात्मा रामा सुधा श्रुतिः संसार कंद निर्मग्न समुद्धरण पंडिता यज्ञप्रिया यज्ञकर्त्री यजमान स्वरूपिणी धर्माधारा धनाध्यक्षा धनधान्य विवर्धिनी विप्रप्रिया विप्ररूपा विश्वभ्रमणकारिणी विश्वग्रासा विद्रुमाभा वैष्णवी विष्णुरूपिणी अयोनि योनिनलया कूढस्था कुलरूपिणी वीरगोष्ठी प्रिया वीरा नैष्कर्म्यानादरूपिणी विज्ञान कलना कल्या विदग्धा भैन्तवासना तत्त्वाधिगा तत्त्वमयी तत्त्वमर्थस्वरूपिणी सामगान प्रिया सौम्या सदा शिवकुटुम्बिनी सव्याभसव्य मार्गस्था सर्वाभक्तिवारिणी स्वस्था स्वभाव मधुरा धीरा धीर समर्चिता चैतन्याभ्य समाराध्या चैतन्य कुसुम प्रिया सदोदिता सदा तुष्टा तरुणादित्य पाटला दक्षिणा दक्षिणाराध्या धरस्मेर मुखाम्बुजा कौलिनी केवलानर्घ्य कैवल्य पददायिनी स्तोत्र प्रिया स्तुतिमती श्रुति संस्तुत वैभवा मनस्विनी मानवती महेशी मंगलाकृतिः विश्वमाता जगद्धात्री विशालाक्षी विरागिनी प्रगल्भा परमोदारा परमोदा मनोमयी व्योमकेशी विमानस्था वज्रिणी वामकेश्वरी पंचयज्ञ प्रिया पंचप्रेद मंजाधिशायिनी पंजनी पंचभूदेशी पंचसंख्योपचारिणी शाश्वती शाश्वतैश्वर्या शर्मदा शंभुमोहिनी धराधर सुता धन्या धर्मिणी धर्म
कर्मवर्धिनी लोकातीता गुणातीता सर्वातीता शमात्मिका बिंदुकुसुम प्रेक्ष्या बाला लीला विनोदिनी सुमंगली सुखगरी सुवेशाढ्या सुवासिनी सुवासिन्यर्चन प्रीता शोभना शुद्ध मानसा बिंदुतर्पण संतुष्टा पूर्वजा त्रिपुरांबिका दशमुद्रा समाराध्या त्रिपुरा श्रीव शंकरी ज्ञानमुद्रा ज्ञानगम्या ज्ञानज्ञेय स्वरूपिणी योनिमुद्रा त्रिखंडेशी त्रिगुणांबा त्रिकोणगा अनघाद्भुत चारित्रा वज्राथ प्रदायिनी अभ्यासातिशय ज्ञाता षडद्वादीत रूपिणी अव्याज करुणामूर्तिरज्ञानध्वान्त दीपिका आबालगोपविदिता सर्वानुल्लङ्घ्य शासना श्रीचक्रराजनिलया श्रीमत्त्रिपुरसुन्दरी श्री शिवा शिवशक्त्यैक्य रूपिणी ललिताम्बिका एवं श्री ललिता देव्या नाम्नं सहस्रगं जगुः श्रीललिता सहस्रनाम स्तोत्रं सम्पूर्णं श्री महादेव्यै नमः। ओम पराशक्ति नमः। कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत् सकलं परस्मै नारायणायेति समर्पयामि। अन्यथा शरणं नास्ति त्वमेव शरणं मम। तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी। लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। लोकाः समस्ताः सुखिनो भवन्तु। शान्ति शान्ति शान्तिः।